ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൈസ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഈ ക്രീമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റൈസ് ക്രീം എന്ന് പറയുന്നത്. കൊറിയക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് റൈസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവർ ക്രീം, ടോണർ അങ്ങനെയുള്ള സാധനങ്ങൾ റൈസ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള പച്ചരി ഉണ്ടല്ലോ, പച്ചരിയാണ് നമുക്ക് വേണ്ടത്. അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു വെള്ളത്തിൽ നമുക്കൊരു 12 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് സോക്ക് ചെയ്യാൻ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാനാണ്. പക്ഷേ സോക്ക് ചെയ്താൽ അടിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് നല്ലോണം കഴുകി എടുത്തതിന് ശേഷം വേറെ നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ കഴുകിയിട്ട് വേണം കേട്ടോ സോക്ക് ചെയ്യാൻ. ഒറ്റ പ്രാവശ്യം കഴുകിയാൽ മതി. അതിനുശേഷം നല്ല വെള്ളത്തിൽ അത് സോക്ക് ചെയ്യുക. എന്നിട്ട് ആ വെള്ളം ഉൾപ്പെടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം നമുക്ക് ഒരുപാട് കൂടി പോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കൂടിപ്പോയാൽ അരി ശരിക്കും അരിഞ്ഞ് കിട്ടൂല. ഇങ്ങനെ ചെറിയ ജാർ എടുക്കുക. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള വെള്ളം നമുക്ക് മാറ്റിയെടുത്താളിയ. അതായത് ഈ അരിക്കൊപ്പം നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ബാക്കി ഒഴിവാക്കി കളയാം. അപ്പോൾ ഇനി ഇത് ഞാനിതാ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു അരിപ്പയിൽ കൂടെ അരിച്ചെടുത്ത് അതിൻ്റെ എന്തെങ്കിലും തരിതരിപ്പെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം. കാരണം ഇത് നമ്മൾ ക്രീമായിട്ട് എടുക്കുന്ന നേരം ആ ഒരു തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. ഒരു കോട്ടൻ്റെ തുണിയിൽ കൂടിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇത് വെള്ളം മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രം അടുപ്പിൽ വെക്കുക. അതിലേക്ക് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം എന്ന് പറയുന്നത് വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം അത് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് അടുപ്പിൽ വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോകാൻ പാടില്ല കേട്ടോ. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പാത്രത്തിൽ നിന്ന് ജസ്റ്റ് ഇതേപോലെ വിട്ട് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് തന്നെ തീ ഓഫ് ചെയ്യണം. ഇല്ലയെന്നാണെങ്കിൽ ഇത് വിചാരിച്ച പോലെ റെഡിയായി കിട്ടില്ല. ഭയങ്കരമായിട്ട് ഇതങ്ങ് കട്ടിയായിപ്പോവും. അപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നെന്ന് കാണുന്ന ആ സമയത്ത് തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് ആ പാത്രത്തിൻ്റെ ചൂടിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് തണിയാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടിൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇത് പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിലൊരു 2 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. ഇതിലേക്ക് ഗ്ലിസറിൻ 1 ടീസ്പൂണോളം ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ആൽമണ്ടിൻ്റെ ഓയിലാണ്, അത് 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് ഓൺലൈനിലും മെഡിക്കൽ ഷോപ്പിലും ആയുർവേദിക് ഷോപ്പിലും എല്ലാം വാങ്ങാൻ കിട്ടും. അത് 2 എണ്ണം അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളടുത്ത് ഇതിൽ ഞാൻ ആഡ് ചെയ്ത എന്തെങ്കിലും സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ ഇതിലുള്ള എല്ലാ സാധനവും പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. ഗ്ലിസറിൻ ആയാലും ആൽമണ്ട് ഓയിലായാലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആയാലും നിങ്ങൾക്കത് ഓൺലൈനിൽ കൂടി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഓൺലൈനിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. ഒന്നും അവൈലബിൾ അല്ലാത്തതല്ല. ഇല്ലാത്തവർ ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. എപ്പോഴും ഇങ്ങനെയുള്ള ഫേസ് പാക്കുകളിലെല്ലാം ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളെല്ലാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല എയർ ടൈറ്റുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾക്ക് പുറത്ത് തന്നെ ഒരു 5 ദിവസം എല്ലാം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ യൂസ് ചെയ്യേണ്ട ഒരു നൈറ്റ് ക്രീമാണിത്. മുഖത്തുള്ള പാടുകൾ മാറാനും മുഖം നല്ല നിറവും തിളക്കവും വരാനും സഹായിക്കുന്ന ഒരു അടിപൊളി വീട്ടിൽ ചെറിയ പൈസക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണിത്. ദിവസവും രാത്രി ഇതേപോലെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ ഫെയർ ലവ്ലിൻ്റെ എല്ലാം ക്രീമെല്ലാം തേക്കുന്നില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡെയിലി ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മുഖത്ത് വരുന്നൊരു മാറ്റം വളരെ വിസിബിളായിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് തയ്യാറാക്കിയിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും തയ്യാറാക്കിയിട്ട് നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും റെഡിയാക്കി കൊടുക്കുക. നമ്മൾ ഗ്ലിസറിനും അതേപോലെ തന്നെ ആൽമണ്ടിൻ്റെ ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഈ ക്രീം കണ്ടെയ്നറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ തേച്ച് രാവിലെ കഴുകി കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ബാക്കി വരുന്ന ക്രീം ഫ്രിഡ്ജുള്ളവർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്തവർക്ക് പുറത്തും ഒരു 3-4 ദിവസം എല്ലാം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.